വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചില ഫേമസ് ബോളിവുഡ് നടിമാരുടെ സീക്രട്ട് ബ്യൂട്ടി ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാട്ടോ. കുറെ പേര് ഇത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ബട്ട് ഐ തോട്ട് ഓഫ് ഗിവിംഗ് ഇറ്റ് എ ട്രൈ ഫോർ മൈ സെൽഫ്. കാരണം കേരളം പോലത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മുടെയൊക്കെ സ്കിൻ ടൈപ്പിൽ പൊതുവെ ഇത് വർക്ക് ആവുമോ, ഈ ഹാക്ക് ഒക്കെ വർക്ക് ആവുമോ എന്ന് എനിക്കൊന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി പ്ലസ് സെൻസിറ്റീവ് ആട്ടോ. അപ്പം ജസ്റ്റ് ഇൻ കേസ് യു നീഡ് ഇറ്റ് ഫോർ റെഫറൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ബ്യൂട്ടി ഹാക്സും ഞാൻ ഒരു ദിവസം കൊണ്ടല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്, പലതും പല ദിവസങ്ങളിലായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം ആ ഒരു 24 to 48 hours ഗ്യാപ്പ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. 24 hours ഗ്യാപ്പ് മതിയാവും എന്തെങ്കിലും ഭയങ്കരമായ റിയാക്ഷൻ എന്തെങ്കിലും സ്കിന്നിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. ദൈവം സഹായിച്ച് അങ്ങനെ വലിയ റിയാക്ഷൻ ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ വലിയ മേക്കപ്പ് ഫൗണ്ടേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് റിയാക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് ടു നോ ഇൻ ഡീറ്റെയിൽ ഇഫ് all these tips really work out, അവസാനം വരെ മിസ്സാക്കാതെ കാണുക. Today is day 1 and ഇന്ന് നമ്മൾ മാധുരി ദീക്ഷിതിന്റെ ഒരു സ്കിൻ കെയർ ഹാക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. अगर ऐसे लगा कि फेस थोड़ी ज़्यादा डल लग रहा है या यू नॉट फीलिंग सो गुड और आज शाम को आपको कहीं जाना है या यू वांट टू गो टू अ नाइस पार्टी और यू वांट टू लुक वेरी ब्यूटीफुल फॉर सम रीज़न और आपकी स्किन कुछ डल ड्राई ऐसे लग रही है, तो क्विक चॉप करने का क्यूकम्बर को लाइक स्लाइसेस में, गोल गोल स्लाइसेस में उसको चॉप करने का, उसको थोड़ा सा मिल्क में उसको भिगो देने का, फ्रिज में रख दीजिए. आफ्टर 10-20 मिनट्स टेक इट आउट, जस्ट अप्लाई टू योर होल फेस, जस्ट कीप इट ऑन योर फेस, ऑन योर आईज, या वो पूरा ऐसे गोल गोल अरेंज करके जस्ट 10-15 मिनट्स रुकिए. उसके बाद टेक इट ऑफ एंड जस्ट वॉश योर फेस विद कोल्ड वाटर. योर स्किन विल जस्ट लुक लाइक वोकन अप. ऐसा लगेगा अभी आप उठ के एकदम फ्रेश कहीं जा रहे हैं. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഹാക്ക് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിൻ നല്ലപോലെ ഫ്രഷ് ആയി ആൻഡ് ഇറ്റ്സ് വെരി സോഫ്റ്റ്. മേ ബി ആ മിൽക്ക് യൂസ് ചെയ്തുകൊണ്ടാവാം കേട്ടോ. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്, ഡെഫിനറ്റ്ലി ഡു എ പാച്ച് ടെസ്റ്റ്. കാരണം ചില ആൾക്കാർക്ക് പാലും തൈരും ഒന്നും മുഖത്ത് തേക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിലൊരു പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് വേണം ഈ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ഈ ഹാക്കിന് ഒരു ബിഗ് തംസ് അപ്പ്. ബട്ട് ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് മെസ്സി ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കാണും എല്ലായിടത്തും ആയിട്ടുണ്ട്. എനിക്കിവിടെ ക്ലീൻ ചെയ്യണം. ഇന്ന് ഡേ 2 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്രീന കൈഫിന്റെ ദ വെരി ഫേമസ് ഐസ് ഡിപ്പ് ആണ്. ഇൻഫാക്ട് കട്രീന കൈഫിന്റെ മാത്രമല്ല കേട്ടോ, ആലിയ ഭട്ടിന്റെയും ഒരു ഫേവററ്റ് ആണ് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ. സോ ലെറ്റ്സ് ട്രൈ. ഓക്കെ, എന്നെ അനുഗ്രഹിക്കാം. സോ ദിസ് ഈസ് ഹൗ മൈ സ്കിൻ ലുക്സ് നൗ. എനിക്ക് ഓണസ്റ്റ്ലി നല്ലൊരു ഫീല് കിട്ടിയായിരുന്നു ആ ഡിപ്പ് ചെയ്ത് വന്നപ്പോൾ. പക്ഷേ എൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോയെന്നൊന്നും എനിക്കിപ്പോൾ കണ്ടിട്ട് മനസ്സിലാവണില്ല. ബട്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ആൻഡ് ഫ്രഷ്. പക്ഷേ ജലദോഷം, സൈനസൈറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാരും ഇത് ട്രൈ ചെയ്യാൻ പോകരുത് കേട്ടോ. ബട്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. ഡേ 3 ആൻഡ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് തമന്നയുടെ ഫേസ് പാക്ക് ആണ്. ആൻഡ് ആക്ച്വലി ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ടീനേജ് ഇയേഴ്സിൽ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് പേഴ്സണലി ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ബട്ട് ഇത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചധികം നാളായി. അതുകൊണ്ട് ഞാനൊരു പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കി ആൻഡ് തിങ്സ് ആർ ഫൈൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് സീ ആൻഡ് ഇഗ്നോർ മൈ ടയർഡ് ഫേസ്. കാരണം ഞാനിപ്പോൾ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ്ലി വന്നതേ ഉള്ളൂ. बेसन मैंने इसमें डाला है रोज़ वाटर, योगर्ट डालूंगी तो थोड़ा थिक हो जाएगा. और ये ठंडी दही है. ക്യാമറയിൽ എത്ര എവിഡൻറ്റ് ആണെന്നറിയില്ല, ബട്ട് ഇൻ പേഴ്സൺ എൻ്റെ ഫേസ് നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. ലൈക്ക് ഒരു ഫേസ് വാഷ് ഇട്ട് നമ്മൾ കഴുകിയിട്ട് ആ ഒരു സ്ക്വീക്കി ക്ലീൻ ഫീൽ കിട്ടില്ലേ, അതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ലൈക്ക് ബട്ട് ദ തിങ് ഇസ്
നമ്മൾ ഇത്ര ക്ലീൻ ആയെങ്കിലും ഒട്ടും തന്നെ ഡ്രൈ ഔട്ട് ചെയ്തിട്ടില്ല സ്കിന്നിനെ. അത് പ്രോബബ്ലി നമ്മൾ ആ തൈര് യൂസ് ചെയ്തുകൊണ്ടാവാം. അത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കൊടുത്തു. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പേടിക്കേണ്ട, ഡ്രൈ ഔട്ട് ആക്കില്ല സ്കിന്നിന് ഒട്ടും തന്നെയും ബിക്കോസ് ഓഫ് കേർഡ്. പക്ഷേ ഐ വുഡ് സജസ്റ്റ് ഡൂയിങ് എ പാച്ച് ടെസ്റ്റ്. ഏതായാലും ഈ ഹാക്കിനും എൻ്റെ ഒരു ബിഗ് തംസ് അപ്പ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സാറ അലി ഖാന്റെ ആൽമണ്ട് ഫേസ് പാക്ക് ആണ് കേട്ടോ. Sometimes before important shoots or anything, I put cream, which is malai, and badam on my face. And that became a bit of a problem because then the water ran out. It was freezing cold and I had an early morning shoot and it was not very fun. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബദാമും മലായി ആണ്. മലായി ഓർ നമ്മുടെ പാൽപ്പാട. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് പാൽപ്പാട നിങ്ങൾക്കിപ്പം മുഖത്ത്, എനിക്ക് പാൽപ്പാട ഒട്ടും തന്നെ മുഖത്ത് തേക്കാൻ പറ്റില്ല, കാരണം പിമ്പിൾസ് വരും, കാരണം ഓയിലി സ്കിൻ ആണല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ ഓൾസോ യൂസ് മിൽക്ക്. കുറച്ച് തിക്കായിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്ത്, ഇപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാൻ കാച്ചിയ പാലാണ് എടുത്തേക്കുന്നത്, കാരണം എനിക്ക് റോ മിൽക്ക് തേക്കാൻ എത്ര ധൈര്യമില്ല. സോ അത് രണ്ടും കൂടെ ഞാനൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം തിക്ക് പേസ്റ്റ് ആക്കണം കേട്ടോ. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരണം, ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ മുഖത്ത് സ്പ്രെഡ് ആവുകയും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരച്ചെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലൈ. ആക്ച്വലി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ നമുക്ക് ബദാം മിൽക്കായിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. വെരി ഫണ്ണി. നെവർ മൈൻഡ്. ഇപ്പൊ ഏതായാലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം. ഈ സീരീസിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് തന്നെ പറയാം ഈ ഫേസ് പാക്ക്. കാരണം യു ഗൈസ് ക്യാൻ സീ, ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം ഉപയോഗിച്ച് ഞാനൊന്ന് കഴുകി കളഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ സീ ദ ഗ്ലോ. ആ ഒരു മാറ്റം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മൈ സ്കിൻ ഇസ് സോ സോഫ്റ്റ്. എനിക്കൊന്ന് ആൽമണ്ട് യൂസ് ചെയ്തുകൊണ്ടാവാം. ഇറ്റ്സ് വെരി സോഫ്റ്റ്. ഡെഫിനറ്റ്ലി മൈ ഫേവറേറ്റ്. അങ്ങനെ ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നേക്കാണ്. അജിയോ കുർത്ത സെറ്റ് ഹോളാണ്. ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ അതൊക്കെ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എനിക്കിന്ന് പറയാനുള്ളത്, ഞാൻ യൂഷ്വലി ഒരു ദിവസം ഒരു ഹാക്കേ ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ. ഇന്നിപ്പോൾ 2 എണ്ണം ചെയ്ത് നോക്കാൻ പോകണം. അതിന് കാരണം ഞാൻ വഴിയെ പറയാം. രാവിലെയാണ് ഞാൻ സാറ അലി ഖാന്റെ ബദാം ഫേസ് പാക്ക് ഇട്ടത്. സത്യം പറയാലോ, ഇന്ന് എനിക്ക് ബേസ് മേക്കപ്പ് ചെയ്യേണ്ടി വന്നില്ല. ഇൻഫാക്ട് ഞാൻ മേക്കപ്പിന് അധികം ടൈം എടുത്തില്ല ഇന്ന്. ആൻഡ് ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് വെൻ ഐ സേ ദിസ്. ശരിക്കും വർക്ക് ആയിട്ടോ ആ ഒരു ഫേസ് പാക്ക്. ആൽമണ്ട്, ഐ നോ ഇറ്റ്സ് എക്സ്പെൻസീവ്, പക്ഷേ എനിക്കിത് ഫ്രീക്വൻറ്റ്ലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒരു തവണ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ എന്തൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറയാം. ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, അതിപ്പോൾ കുറേയൊക്കെ മാനുപോയി. എനിവേസ്, അത് കഴിഞ്ഞ് കാജൽ, മസ്കാര, ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്, പിന്നെ ഐബ്രോസ് എഴുതിയിട്ടുണ്ട്. ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. സോ ഇത് അത്യാവശ്യം മേക്കപ്പ് ആണ്, എനിക്കറിയാം. അപ്പോൾ മേക്കപ്പ് റിമൂവൽ ഹാക്കാണ് അടുത്തത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ, അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം, ആൻഡ് അതിൽ മുക്കി തുടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടവലും വേണം. നമ്മുടെ നോർമൽ തോർത്തെടുത്തിട്ട് കാര്യമില്ല. കുറച്ച് ടെക്സ്ചറുള്ള ഈ മൈക്രോ ഫൈബർ ടവൽസ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അങ്ങനത്തെ ഒരു ടവലും വേണം. സോ ഇത്രയും സാധനം വെച്ചിട്ട് നമ്മളിന്ന് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂഷ്വലി മേക്കപ്പ് ഈ മൈസിലർ വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യാറ്. പിന്നെ മറ്റേ എന്താ പറയുക, എൻ്റെ നൈക്ക ഹോളിൽ ഞാൻ കാണിച്ചായിരുന്നു, ക്ലെൻസിങ് പാഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രം എർത്ത് റിതം. അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറ്. പക്ഷേ ഏതായാലും ഈ ഒരു ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് എനിക്ക് തോന്നി. ഇനി ആരും എന്നെ കണ്ട് ഞെട്ടരുത്. ഞാൻ ഈ വെളിച്ചെണ്ണ വെച്ച് ഒരു പിടിപിടിക്കാൻ പോകാം. അപ്പൊ ഞാൻ ദേ ചൂടുവെള്ളത്തിൽ കുറച്ച് മുക്കിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. മുഖമൊന്നും പൊള്ളിക്കരുത് ആരും. ഇനി ഇത് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാട്ടോ. വർക്ക് ആവണേ. ഓ കൊള്ളാട്ടോ. ഞാൻ ഈ സൈഡിലാട്ടോ ഇപ്പം ചെയ്തന്നെ. ദാ വരുന്നുണ്ട് കേട്ടോ. ടെൻ ഓൺ
10 ഫോർ ദിസ് ഹാക്ക്. ഐ മീൻ എൻ്റെ സ്കിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി. മേക്കപ്പ് റിമൂവ് ചെയ്തു എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എൻ്റെ സ്കിൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടവൽ ബി വെരി ജെന്റിൽ വിത്ത് ദാറ്റ്. ഇങ്ങനെ തേച്ച് ഒരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യരുത്. സ്കിന്നിന് അത് ഹാംഫുൾ ആണ്, സോ അങ്ങനെ ചെയ്യരുത്. ബട്ട് ബി വെരി ജെന്റിൽ. മേക്കപ്പ് ഈസി ആയിട്ട് റിമൂവ് ആവട്ടോ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. എനിക്ക് കാണാൻ പറ്റും, മസ്കാര ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ. ഞാൻ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതും പോയി. യൂഷ്വലി ഞാൻ എണ്ണ വെച്ചിട്ട് ഈ ക്ലെൻസിങ് പാഡ് വെച്ച് റിമൂവ് ചെയ്യുമ്പം എനിക്ക് ഈ മസ്കാര റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പം, പക്ഷെ എനിക്ക് ഇന്ന് തോന്നും മേ ബി ആ ചൂടുവെള്ളം വെച്ചിട്ട് റിമൂവ് ചെയ്തുകൊണ്ടാവാം എളുപ്പം, ലൈക്ക് ഈസി ആയിട്ട്. മറ്റേതും പോവും, പക്ഷെ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് റിമൂവ് ആയി. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് എൻ്റെ ലൈക്ക് ബെയർ ഫേസ് ആണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് സോ ക്ലീൻ. അപ്പൊ പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം ഇതിൽ ഏത് ബ്യൂട്ടി ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയെന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ.